ഹലോ ഗൈസ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ ചെയ്യുന്ന പോലത്തെ മെക്കാനിക്കൽ വർക്കുകളൊന്നുമല്ല. പക്ഷേ നമ്മൾ പൊതുവെ വണ്ടിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻസ്പെക്ഷൻസ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലച്ച് പ്ലേ, ആക്സിലേറ്ററിൻ്റെ പ്ലേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ബ്രേക്ക് പാഡ് ഇൻസ്പെക്ഷൻ, ഓയിൽ ലെവൽ ഇൻസ്പെക്ഷൻ, റിയർ ബ്രേക്ക് ഷൂവിൻ്റെ വെയർ ഔട്ട്, അത് ഇൻസ്പെക്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ആ വക കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വലിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചില സമയത്ത് വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് തിരിച്ച് കിട്ടുന്ന സമയത്ത് പവർ കൂടിയ പോലെ, സ്മൂത്ത്നെസ് കൂടിയ പോലെയൊക്കെ തോന്നാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് അവർ ആക്സിലേറ്ററിൽ അല്ലെങ്കിൽ ക്ലച്ചിലൊക്കെ ഒന്ന് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യും. ചില സമയങ്ങളിൽ അത് ബുദ്ധിമുട്ടും ആവാറുണ്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള അളവിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ആക്സിലേറ്റർ പ്ലേ, ക്ലച്ച് പ്ലേ, ബ്രേക്ക് പ്ലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെയുള്ളത് നോക്കാം. ആക്സിലേറ്ററിൻ്റെ പ്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, ഇതാണ് നമ്മളെ ഫ്രീ പ്ലേ. ഇത് അത്യാവശ്യമാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മൂവ്മെൻറ്റ് ഒട്ടും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഹാൻഡിൽ ഫുള്ളായിട്ട് തിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ റൈസ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് ജാം ആവുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അതുപോലെ ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലുള്ള മൂവ്മെൻറ്റാണ് ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ. ബ്രേക്കിൻ്റെ ഫ്രീ പ്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്. ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികൾക്ക് പൊതുവെ അത് ചെയ്യേണ്ട കാര്യമില്ല. റിയർ ഡ്രം ആണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രം ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ബ്രേക്കും കൂടെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മൂന്നും എത്ര അളവിൽ, ഇതിൻ്റെ സ്പെസിഫൈഡ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ത്രോട്ടിലിൻ്റെ ഫ്രീ പ്ലേ എന്ന് പറയുന്നത് 3 മുതൽ 5 വരെ ആണ് ഈ ഒരു പ്ലേ. അതായത് 3-ൽ കുറയാനും പാടില്ല, 5-ൽ കൂടാനും പാടില്ല. രണ്ടും ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്പെസിഫൈഡ് അത്രയാണ് വരുന്നത്. ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് 2 വിരൽ വയ്ക്കുക. 2 വിരൽ അതുപോലെ വെച്ചിട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് ഏകദേശം ഒരു 5 mm റേഞ്ചിലേ വരുന്നുള്ളൂ. ഏകദേശം കിട്ടിയാൽ മതി, ഒരുപാട് കൂടിപ്പോകരുത്. ആ ഒരു രീതിയിൽ അത്രയാണ് ഉള്ളത്. ഇനി ഇത് 5 mm കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് കൂടെ നോക്കാം. നമുക്കിതാ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കേബിളിൻ്റെ അറ്റം വരുന്നത്. ഇത് ത്രോട്ടിൽ ബോഡിയിൽ കാർബറേറ്റർ വണ്ടികളാണെങ്കിൽ കാർബറേറ്ററിലാവും കണക്ഷൻ. ഈ ത്രോട്ടിൽ ബോഡിയിൽ നമുക്ക് ഈ ഒരു നെറ്റ് ലൂസ് ചെയ്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലേ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഈ കേബിളിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് പ്ലേ കുറയും, ലെങ്ത്ത് കുറയ്ക്കുന്നതിനനുസരിച്ച് പ്ലേ കൂടും. 2 രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 3 mm 5 mm റെഫറൻസ് എടുത്തത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇതിൻ്റെ സർവീസ് മാനുവലിൽ ഇത് ഈ FCയുടെ എന്നല്ല, R15 ആണെന്നുണ്ടെങ്കിൽ FCയുടെ ആണ്, ലിബർ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സർവീസ് മാനുവലിലും യമഹ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെഷർമെൻ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ചുമ്മാ പറഞ്ഞതല്ല. അതുപോലെ തന്നെ ആ ഒരു കാര്യമാണ് യമഹ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന എന്നെക്കാട്ടിലും വണ്ടി യൂസ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെക്കാട്ടിലും വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് വണ്ടി കണ്ടുപിടിച്ച, അല്ലെങ്കിൽ വണ്ടി ഡിസൈൻ ചെയ്ത് വണ്ടി ഇറക്കി വിട്ട യമഹയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ പ്രോപ്പർ. 3 mm അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓടും എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്, ഓടുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും ഒരു പ്രോപ്പർ ആവില്ല. ഇത് സർവീസ് മാനുവലിൽ നിന്നുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. എന്ന് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അളവാണ്, മൂവ്മെൻറ്റിനാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത പിക്ചറിലുള്ള മെഷർമെൻറ്റ്, അതായത് 3 to 5 എന്ന് കാണിച്ചിട്ടുള്ളത് ആ ഒരു ഫ്രീ പ്ലേനാണ്. പിന്നെ ഈ 3ാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പാർട്ട് നമുക്ക് വണ്ടിയിൽ കാണാൻ പറ്റും. എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും എന്ത് നോക്കിയിട്ടും ക്ലിയർ ആവാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിളിൻ്റെ ലെങ്ത്ത് ഈ ഒരു പോർഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. AB എന്നുള്ള റൊട്ടേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ആവും എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അത് ക്രിട്ടിക്കൽ അവസ്ഥയിൽ മാത്രം ചെയ്താൽ മതി, അല്ലാത്ത കണ്ടീഷനിൽ നോർമൽ പോലെ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിൽ യമഹ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എൻഡിൽ നിന്ന് ഉള്ളിലോട്ടുള്ള ഫ്രീ പ്ലേ, അത്രയും സ്ഥലത്ത് ഒരു പിടുത്തം ഉണ്ടാവില്ല, ഫ്രീ ആയിട്ട് മൂവ് ആവും. ആ മൂവ്മെൻറ്റിൻ്റെ ഗ്യാപ്പ് 10 മുതൽ 15 mm വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എക്സസ് ആവരുത്. അതാണ് അതിൻ്റെ സ്പെസിഫൈഡ് അളവ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളതൊന്ന് കൺഫേം ആക്കണം. അത് കഴിഞ്ഞിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് ഏകദേശം 2 സെൻറ്റിമീറ്ററിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ക്ലച്ച് കേബിളിൽ കാണുന്ന ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. 10 സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് മേൾഭാഗം ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് കുറയും, ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും. അതായത് പ്ലേ കുറയും കൂടുകയും ചെയ്യും. ഇത്രയുള്ളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് നമ്മളെ ആവശ്യാനുസരണം എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം.
പിന്നെ ചിലരുടെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ വലിയ വിരലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലരുടെ ആ ഒരു കംഫർട്ടബിൾ സോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ അതിനനുസരിച്ച് കൂടെ താല്പര്യപ്രകാരം ചെയ്യാം. നമ്മൾ പ്രോപ്പർ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10 to 15 mm ആണ്. കഴിവതും ആ ഒരു അളവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കേബിളിൻ്റെ ഈ ഒരു പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പാനർ വേണം. നമ്മൾ റൈഡ് പോണതിനിടയ്ക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. ഈ ഒരു പോർഷൻ കാണാതായിട്ട് ആരും ഉണ്ടാവില്ല. ജസ്റ്റ് ആ റബ്ബർ ബോട്ടൊന്ന് പുറകോട്ട് മാറ്റുക, കൈകൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് നട്ട് ലൂസ് ചെയ്ത് കൈകൊണ്ട് ഈ ഹോൾഡർ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അതും നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ക്രിട്ടിക്കൽ കണ്ടീഷൻസിൽ മാത്രം ചെയ്യാം. എപ്പോഴും സ്പാനർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും കേബിളിൽ ചെയ്യുകയാണ് അതിൻ്റെ സേഫ് ഓപ്ഷൻ. ഇത് നമുക്ക് റൈഡിൻ്റെ സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് റിയർ ബ്രേക്കിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ലാംഗ്വേജ് കാര്യമാക്കണ്ട, മാനുവൽ ഈ ലാംഗ്വേജിലാണ് കിട്ടിയത്. റിയർ ബ്രേക്കിൻ്റെ ഫ്രീ പ്ലേ 15 to 20 mm ആണ് നമ്മൾ റിക്വയർഡ് വരുന്നത്. അതെവിടെ നോക്കാം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഈ ഒരു ഫ്രീ പ്ലേ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് 15 to 20 വേണമെന്ന് പറഞ്ഞ ഫ്രീ പ്ലേ. ഈ കാണുന്ന ഭാഗത്തുള്ള നെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്യുക സെയിം സാധനം തന്നെ. അതായത് ആ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ പ്ലേ കുറയും, ബ്രേക്ക് കൂടും. സമയം ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ പ്ലേ കൂടും, ബ്രേക്ക് കുറയും. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കംഫർട്ടബിളായിട്ട് ആ മെഷർമെൻറ്റ് സെറ്റ് ആവുന്ന രീതിയിൽ ലൂസ് ചെയ്യുക, ടൈറ്റ്. അടുത്തായിട്ട് റിയർ ബ്രേക്കിൻ്റെ ഷൂ തീർന്നു പോയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു പോർഷനാണിത്. ആ ഒരു സൂചി പോലൊരു ഭാഗം കണ്ടില്ല, ആ ഭാഗം ഈ ഇൻഡിക്കേഷൻ ലൈനിൽ ഉണ്ടാവണം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലൈനർ തീർന്നു എന്നാണ് അർത്ഥം. അതുപോലെ ഈ ഒരു ഡോട്ട് ആ ഒരു പോർഷനിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഫിറ്റിങ്സും കറക്റ്റ് ആവണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റീഡിങ്ങിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ബ്രേക്കിൽ നമുക്ക് പ്ലേ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൈനർ കിറ്റ് കംപ്ലൈൻറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ലൈൻ ലെയർ, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അല്ലാത്ത കണ്ടീഷനിൽ ഫ്രണ്ട് ബ്രേക്കിൽ പ്ലേ വരില്ല. അടുത്തായിട്ട് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഇൻസ്പെക്ഷൻ ആണ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ കാണാൻ പറ്റും പാഡിനകത്തായിട്ട്. ആ ഒരു ഇൻഡിക്കേഷൻ മാർക്ക് പൊടി കൊടുങ്ങാനോ ചെളി കയറാനൊന്നും വേണ്ടിയിട്ടല്ല, പാഡ് തീർന്നോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ ഒരു മാർക്ക് പോയി മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് പാഡ് മാറി കൊടുക്കണം. പുതിയ പാഡാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് വലുതായിരിക്കും. പാഡ് തീരുന്നതിനനുസരിച്ച് മാർക്കിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരും. റിയർ ഡിസ്കുള്ള വണ്ടികൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിയർ ഡിസ്കിൽ ഇതുപോലത്തെ ലൈനുകളും അതുപോലെ തന്നെ ആ ഒരു തേയ്മാനം വരുന്ന പോർഷനും നമുക്ക് കാണാൻ പറ്റും. അത് തീർന്ന് മെറ്റൽ ടു മെറ്റൽ, അതായത് ഡിസ്കിലേക്ക് പാഡിന് ഏറ്റവും പുറത്ത് വരുന്ന മെറ്റൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയിട്ട് നമ്മൾ ഈ പാഡ് മാറിക്കൊടുക്കണം. അല്ല ഒരു തവണ ഡിസ്കിൽ മെറ്റൽ തട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക് ഡാമേജ് ആവും. പിന്നെ നമുക്ക് ഭാവിയിൽ ഡിസ്ക് മാറേണ്ടതായിട്ട് വരും. ബ്രേക്കിംഗ് എഫിഷ്യൻസിനെ അല്ലാതെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. തീരുന്നതിന് മുന്നായിട്ട് പാഡ് മാറിക്കൊടുക്കുക. പാഡ് മാറുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്, ഡൗട്ടുള്ളവർക്കും അത് കാണാം. അടുത്തായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് മാനുവലിൽ കാണിച്ച ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം. അതായത് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെക്കുക, കറക്റ്റായിട്ട് ഇരിക്കണം. പിന്നെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് ഐഡിൽ ചെയ്യുക, ഒരു ചൂടാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം എൻജിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട്. ഡിപ്പ് സ്റ്റിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഇറക്കി വെക്കുക. ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ത്രെഡ് ചെയ്യരുത്. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് റോങ് ആവും. അതുപോലെ തന്നെ ആ ഒരു മിനിമം മാക്സിമം മാർക്കുണ്ട്, ഇതിനിടയിലായിട്ട് ഓയിൽ ലെവൽ വേണം. ഓയിൽ ലെവൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓവർ ആവാനും പാടില്ല, കുറയാനും പാടില്ല. ഓവർ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ തിരിച്ചെടുക്കുക. പൊതുവെ 1 ലിറ്റർ ഓയിൽ ഒഴിക്കുമ്പോൾ ഓയിൽ എന്തായാലും ഓവർ ആവില്ല, കുറവേ വരുള്ളൂ. അത് നമ്മൾ പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതൊന്ന് വണ്ടിയിൽ നോക്കാം. കുറച്ച് സമയം ആയിട്ടുള്ള ഇത് ഓയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം ഒരു പ്ലെയർ വെച്ച് ഡിപ്സ്റ്റിക്ക് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്ത് ഒരു ക്ലീൻ ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യുക. വീണ്ടും നമ്മൾ എഞ്ചിനകത്തേക്ക് തന്നെ വെച്ച് നോക്കുക. അങ്ങനെയാണ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. അതിനകത്ത് പൊടി ഒന്നും ആവരുത്. അപ്പോൾ അത് കാരണം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടാണ് തുടയ്ക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനിൽ ആണ് ഓയിലിൻ്റെ ലെവൽ വേണ്ടത്. അതായത് മിനിമം മാക്സിമം ലെവലാണ്. അതിനിടയിലായിട്ടാണ് നമുക്ക് ഓയിൽ വേണ്ടത്. ഓവർ ആവാനും പാടില്ല, കുറയാനും പാടില്ല. ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് കാണുന്ന പോലെ എഞ്ചിനകത്തേക്ക് ഡിപ്സ്റ്റിക്ക് ഇറക്കി വെക്കുക. ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി, ത്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് നോക്കുക എത്ര ലെവലുണ്ടെന്ന്. ഇതിലിപ്പോൾ ലെവൽ ഓക്കെയാണ്, ടോപ്പ് വരണ്ട് ഓക്കെയാണ്, ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ക്യാപ്പ് ടൈറ്റ് ചെയ്യുക. ഒരു പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്ത് പക്കയാക്കി വെക്കുക, മറന്നു പോകരുത് ടൈറ്റ് ചെയ്യാതെ.
അതുപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എഞ്ചിൻ ഐഡ്ലിംഗ് RPM. അതായത് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ മോശമാകുമ്പോൾ, അതുപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ മോശമാകുമ്പോൾ പല കാരണം കൊണ്ട് ഐഡ്ലിംഗ് RPM കുറയാൻ കൂടാം ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീരിയോഡിക്കൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഐഡ്ലിംഗ് RPM നോർമൽ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ആയതിനു ശേഷം 1300 to 1500 ആ ഒരു റേഞ്ചിലായിട്ട്, അതായത് 1400 RPMൻ്റെ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ FI വണ്ടികളിൽ സ്റ്റാർട്ടിങ് സമയത്ത് RPM കൂടുതലുണ്ടാവും, കാർബറേറ്റർ വണ്ടികളിൽ RPM കുറവായിരിക്കും. അതെല്ലാം നോർമലാണ്. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ആയതിനു ശേഷം ഒരു 2-3 കിലോമീറ്റർ ഓടിയതിന് ശേഷം വേണം ആ ഐഡ്ലിംഗ് RPM നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഐഡ്ലിംഗ് RPM ഏകദേശം കറക്റ്റാണ്, പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ 2000 RPMിലോട്ട് പോകുന്നത്. എനിവേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഐഡ്ലിംഗ് RPM FI വണ്ടികളിൽ സെറ്റ് ചെയ്യാൻ ഈ ഫൈബ്രോ സ്ക്രൂ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഇൻ ഡീറ്റെയിൽ അറിയേണ്ടവർക്ക് ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു FI ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ ഐഡ്ലിംഗ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാർബറേറ്റർ മോഡൽസിന് നമ്മളെ ആക്സിലേറ്റർ കേബിൾ കൊടുക്കുന്ന ആ ഒരു ബട്ടർഫ്ലൈയുടെ താഴെ വരുന്ന സ്ക്രൂ വെച്ചിട്ടാണ് ഐഡ്ലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ഐഡ്ലിംഗ് കൂടും, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ ഐഡ്ലിംഗ് കുറയും. ഐഡ്ലിംഗ് RPMൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എല്ലാം എക്സാക്ട് സെയിം തന്നെയാണ്. ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് മാത്രമേ മാറ്റുള്ളൂ. എൻ്റെ കയ്യിൽ കാർബറേറ്റർ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ വണ്ടിയിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ സ്ഥിരം ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന, ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാനായിട്ട്, അതുകൂടെ കണ്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.